നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി കോൺഗ്രസ് നേതാക്കളാണ് BJP പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അസമിലുമെല്ലാം നമ്മൾ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞു. ഇപ്പോഴിതാ മറ്റൊരു സംസ്ഥാനം കൂടി ആ നിരയിലേക്ക് ഇടം പിടിക്കുകയാണ്. മറ്റെങ്ങുമല്ല, നവംബറിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നിലവിൽ BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ തന്നെയാണ് ഈ ഒരു കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത്. രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ MLA ആയ മഹേന്ദ്രജിത്ത് മാളവ്യയാണ് നിലവിൽ BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ CP ജോഷിയിൽ നിന്നുമാണ് മഹേന്ദ്രജിത്ത് മാളവ്യ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ബൻസ്വാര ജില്ലയിലുള്ള ബഡിഗോര മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ഈ മഹേന്ദ്രജിത്ത് മാളവ്യ എന്ന് പറയുന്നത്. 4 തവണ MLA ആയിട്ടുള്ള കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാണ്. കോൺഗ്രസിന്റെ മുൻ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായിരുന്നു ഇദ്ദേഹം. മുൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടിന്റെ വലം കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം. കുറച്ചു നാളായി കോൺഗ്രസിനോട് ചില തർക്കങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പാർട്ടിയുമായി കുറച്ച് അകന്നു നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് പൂർത്തിയാക്കിയതാവട്ടെ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് കയറാൻ സോണിയാഗാന്ധി എത്തിയതോടുകൂടി. ആ സമയത്ത് നോമിനേഷൻ നൽകാൻ സോണിയാഗാന്ധി എത്തിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ അസാന്നിധ്യം അന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും കോൺഗ്രസ് നേതൃത്വം അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ മഹേന്ദ്രജിത്ത് മാളവ്യ BJPയിലേക്ക് പോകുമെന്ന്. എന്തായാലും BJPയുടെ അധ്യക്ഷൻ JP നദ്ദയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ദില്ലിയിൽ വെച്ച് താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുകൂടി ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലേറെ കൗതുകമുള്ള ഒരു കാര്യം എന്തെന്നാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതാണ് താൻ BJPയിലേക്ക് വരാനുള്ള അടിസ്ഥാന കാരണം എന്ന ഒരു തുറന്നു പറച്ചിലാണ്. അതിനോടൊപ്പം അയോധ്യ രാമക്ഷേത്രത്തിൽ തൻ്റെ പാർട്ടി സ്വീകരിച്ച നിലപാട് ഏറെ വേദനിപ്പിച്ചു എന്നുകൂടി വിശ്വാസിയായ മഹേന്ദ്രജിത്ത് മാളവ്യ പറയുന്നുണ്ട്. തെക്കൻ രാജസ്ഥാനിലെ ഗോത്ര വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന MLA എന്ന നിലയിൽ ഈ മഹേന്ദ്രജിത്ത് മാളവ്യയെ സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നത് BJPക്ക് വലിയ ഗുണകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ജാതി സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള രാജസ്ഥാന്റെ മണ്ണിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.